ചാലക്കുടിയിൽ ഷീല സണ്ണി പ്രതിയായ വ്യാജ ലഹരി കേസിൽ ഇപ്പോൾ രണ്ട് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ നാരായണദാസ് പിടിയിലായിരുന്നു. ഇപ്പോൾ ലിവിയ, അതായത് ഷീല സണ്ണിയുടെ മരുമകളുടെ അനുജത്തി ലിവിയയെയും കൂടി ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന സൂചന കൂടി പോലീസ് നൽകുന്നുണ്ട്. ലിവിയയെ വിശദമായി ചോദ്യം ചെയ്താൽ കൂടുതൽ അറസ്റ്റ് കൂടി ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഇപ്പോൾ കരുതുന്നുണ്ട്. ഇപ്പോൾ ഷീല സണ്ണി തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ രണ്ടുപേരായി ഈ കേസിൽ അറസ്റ്റിലാവുന്നു. പോലീസ് പറയുന്നത് ഇനിയും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നു. എന്താണ് ഇത്രയും നാളത്തെ ഈ കേസിൻ്റെ പോക്ക് കണ്ടിട്ട് ഷീല സണ്ണിക്ക് തോന്നുന്നത്? നീതി കിട്ടണ ഇപ്പോൾ 2 വർഷമായല്ലോ. 2 വർഷമായപ്പോൾ ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഞാൻ സംശയിച്ച വ്യക്തികൾ തന്നെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് മരുമകൾക്കും ഇതിൽ ഉണ്ടാകും. അല്ലാണ്ട് അനിയത്തിക്ക് മാത്രം എന്നെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പോലീസിന് ഇപ്പോഴും കുഴയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരുന്നു ഒരു ഷാർപ്പായിട്ട് ഒരാളെ ജയിലിൽ അടയ്ക്കണമെങ്കിൽ അതിന് വ്യക്തമായി അത്രയേറെ പകയുണ്ടായിരിക്കണം. ആ ഒരു പകയ്ക്കുള്ള കാരണം എന്താണ് പോലീസ് അന്വേഷിക്കുന്നത്? എനിക്കും അറിയില്ല. അത് അറിയാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. ഇത് എന്തിനു വേണ്ടിയാണ് ഇത്ര വലിയ ചതി ചെയ്തതെന്ന്. ഇത് ഞാൻ എന്തുമാത്രം വിഷമിച്ചു. 72 ദിവസം, അതും ഈ മയക്കമരുന്ന് കേസ് പറയുമ്പോൾ സാധാരണ ഒരു ജീവിക്കണം. ഞാൻ 72 ദിവസം ജയിലിൽ കിടന്നു. അതിൻ്റെ പിന്നിൽ എൻ്റെ സ്ഥാപനം നഷ്ടമായി, എൻ്റെ കുടുംബം തന്നെ എനിക്ക് ഇല്ലാണ്ടായി. അത്രയ്ക്കൊക്കെ വിഷമങ്ങൾ. പിന്നെ എനിക്കറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അറിയാൻ ഉറച്ച വിശ്വാസത്തിൽ ഞാൻ ഇത്ര കാലം എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തിട്ട് ഞാൻ ജീവിച്ചു പോകണം. എന്നെങ്കിലും എനിക്കൊരു ദിവസം നീതി കിട്ടുന്നു. അപ്പോൾ ഇപ്പോൾ പ്രതികളൊക്കെ പിടിപെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട്. എന്തിനു വേണ്ടി ഞാൻ ഇതിപ്പോൾ ചാനലിൽ പറയുന്നത് കുടുംബ വഴക്കാണ്. അങ്ങനെ പറയത്തക്ക വഴക്കൊന്നും വീട്ടിലുണ്ടായിട്ടില്ല. പിന്നെ അവരെ ഞാൻ മരുമകളെ പീഡിപ്പിച്ചു, അവരുടെ സ്വർണം തട്ടി, അതൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ 5 പൈസ ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ സ്വയം അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബം നോക്കിയത്. പിന്നെ സ്വർണ്ണമൊക്കെ എടുത്തത് മോനാണ്. അത് വിറ്റിട്ടില്ല, പണയം വെച്ചിട്ടാണ് മൊബൈൽ ഷോപ്പ്. അത് അവരുടെ സമ്മതത്തോടു കൂടിയാണ്, മരുമകളുടെയും വീട്ടുകാരൻ്റെയും സമ്മതത്തോട് കൂടിയിട്ടാണ് അവരത് ചെയ്തത്. അവരുടെ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അവർക്ക് അത് 2 മൊബൈൽ ഷോപ്പ്. ഒരു മൊബൈൽ ഷോപ്പിൽ മോനായിരുന്നു, പിന്നെ ഒരു മൊബൈൽ ഷോപ്പിൽ മരുമോളും. അവർ 2 പേരുമാണ് അത് നോക്കിക്കൊണ്ട് പോയത്. ഈ കേസിൽ ഇപ്പോൾ ഷീല സണ്ണിയുടെ ഏറ്റവും അടുത്ത 2 ബന്ധുക്കൾ കൂടി ഒരു പക്ഷേ കേസിൽ പ്രതിയാകാനുള്ള സാധ്യത കൂടി പോലീസ് പറയുന്നുണ്ട്. ഉണ്ടാവും. അല്ലാണ്ട് ഇവർക്ക് മാത്രം എന്നെ ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ ഈ ലിവിയയ്ക്ക് ഇപ്പോൾ വ്യക്തിപരമായി ഷീല സണ്ണിയോട് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ? ഇല്ലല്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മരുമോളും ഞാനും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ലിവിയ ആണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ കുറച്ച് കാലമല്ലേ ആയിട്ടുള്ളൂ ഈ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം 2 മാസം ആയിട്ടുള്ളൂ ഈ സംഭവം നടക്കുമ്പോൾ. അധിക വർഷങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ 72 ദിവസത്തെ ഒരു ജയിൽവാസം, ആ ജയിൽവാസത്തിലൂടെ സത്യത്തിൽ ഷീല സണ്ണി എന്ന ഒരു വ്യക്തി, അവരുടെ കുടുംബം, ആ ഒരു സാമ്പത്തിക സ്ഥിതി എല്ലാം തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊക്കെയും തിരിച്ചറിയാതെയാണോ ഇങ്ങനെ ഇവർ ചെയ്യുന്നത്? അത്രയേറെ വൈരാഗ്യം ഉണ്ടാവേണ്ട കാര്യം എന്താണ്? ഞാൻ പറഞ്ഞില്ല, എനിക്കും അറിയില്ല എത്ര വൈരാഗ്യം ഉണ്ടാകാൻ. ചിലപ്പോൾ ഞാനും മോനും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. എന്ത് കാര്യമാണെങ്കിലും മോൻ എന്നോട് വന്ന് പറയും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അതിപ്പോൾ എല്ലാ വീട്ടിലും അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരു മരുമോൾ കയറി വന്ന് പെട്ടെന്ന് ഒരു സ്വഭാവം മാറൂല. കുറച്ചൊക്കെ കാലം കഴിയുമ്പോഴാണ് പിന്നെ ഭാര്യയായിട്ടൊക്കെ അടുക്കുള്ളൂ. അപ്പോൾ അതൊന്നും അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. ഇതിൽ പിടിയിലായിരിക്കുന്ന 2 പേരും നേരിട്ട് ഷീല സണ്ണിയുമായിട്ട് യാതൊരു വിഷയം ഉണ്ടാവേണ്ട കാര്യമില്ല. നാരായണദാസിനെ അറിയ പോലുമില്ല. നാരായണദാസിനെ എനിക്കറിയില്ല. നാരായണദാസിനെ ഞാൻ പേര് കേൾക്കണത് തന്നെ ഇതിലാണ്. പിന്നെ ഇവിടെ ബാംഗ്ലൂരിലാണ് പഠിക്കണ അന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നാരായണദാസിനായിട്ടുള്ള ബന്ധമൊന്നും നമുക്കറിയില്ല. ചാനലിലൊക്കെ വന്ന് ന്യൂസൊക്കെ വന്നപ്പോഴാണ് എനിക്കറിയണത്. പക്ഷെ ഇവളുടെ ജീവിതം നമുക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സംശയമായിരുന്നു. ഇവൾ ഭയങ്കര ലാവിഷായിരുന്നു ലിവിയ. പിന്നെ ഫ്ലൈറ്റിൽ പോയിട്ട് വരിക. പിന്നെ സാധാരണ കുടുംബമാണ്. അപ്പോൾ ഒരു സാധാരണ കുടുംബമുള്ള വീട്ടിൽ പറ്റൂല ഇങ്ങനത്തെ ജീവിതം ജീവിക്കാൻ. അപ്പം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ സാധാരണയായിട്ട് അല്ലാണ്ട് വഴക്കിട്ടിട്ട് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പറഞ്ഞിട്ടുള്ളത് അവൾ ആരോ ബാംഗ്ലൂരിൽ സ്പോൺസർ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തി ഈ നാരായണദാസായിരിക്കാം. ഏതായാലും ഈ കേസിൽ ലിവിയയെ കൃത്യമായി ചോദ്യം ചെയ്താൽ
ഇതിൻ്റെ എല്ലാ നിഗൂഢമായ ചുരുളുകളും അഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൻ്റെ പൂർണ്ണമായും ചുരുളുകൾ കഴിഞ്ഞാൽ പുതിയ ഒരു കേസിൻ്റെ ഒരു ചരിത്രം, അതായത് ഒരു കാരണവുമില്ലാതെ കാര്യമായ പ്രത്യക്ഷത്തിൽ ഒരു പ്രതികാരത്തിനുള്ള ഒരു സാധ്യതകളുമില്ലാതെ എങ്ങനെ ഒരാളെ ഇത്രയും കാലം ജയിലിലാക്കാമെന്നത് വളരെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളൊന്നായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഈ ലിവിയയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നതോടുകൂടി കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.